BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് നടത്താമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയെ അറിയിക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ആർ സുഗതനെ ജയിലിന് പുറത്ത് വിടാനാകില്ല. സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി തേടി സുഗതൻ നൽകിയ ഹർജിയിൽ ആണ് മറുപടി നൽകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ സർക്കാരിനോട് ഈ വിഷയത്തിൽ അഭിപ്രായം ആരാഞ്ഞിരുന്നു കോടതി. അതിലാണല്ലോ ഇപ്പോൾ മറുപടി നൽകുന്നത്. എന്താണ് വിവരങ്ങൾ? ആർ സുഗതന് കോടതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് കോടതി നേരത്തെ തന്നെ ആരാഞ്ഞിരുന്നു, ആർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ജയിലിൽ വെച്ച് തന്നെ ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പിനോടായിരുന്നു ഇക്കാര്യത്തിൽ കോടതി നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഇത് ഔദ്യോഗികമായി കോടതി അറിയിക്കുമെന്നതാണ് വിവരം. ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് വിവരങ്ങൾ? നേരത്തെ അയോഗ്യരാക്കപ്പെടുന്ന, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP അംഗങ്ങൾ അയോഗ്യരാക്കപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ സത്യപ്രതിജ്ഞ അയോഗ്യമാക്കിയ കോടതി നടപടി ഉണ്ടായിരുന്നു. പലരും ദൈവനാമത്തിൽ എന്നതിന് പകരം പല നാമങ്ങളിൽ ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കാപ്പ കേസിൽ കഴിയുന്ന സുഗതന്റെ സത്യപ്രതിജ്ഞയും റദ്ദാക്കിയത്. അതുകൊണ്ട് തന്നെ സുഗതനും ഇനി പുനഃസത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. മറ്റ് അംഗങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതനെ കാപ്പ പ്രതി എന്ന നിലയിൽ ഇപ്പോൾ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ സാധിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിൽ വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാം എന്നതാണ് ഇപ്പോൾ കോടതിയിൽ സർക്കാർ അറിയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.